പുരുഷന്മാർ സ്ത്രീകളെ പറ്റി മനസ്സിലാക്കേണ്ടത് എന്താണ്? അപകടമാണ് സ്ത്രീകളോ? ഇഫ് നോട്ട് ഹാൻഡിൽഡ് വിത്ത് കെയർ. എന്നോടൊരു കാര്യം സംസാരിക്കരുതെന്ന് പറയരുത്, ഞാൻ സംസാരിക്കും. സംസാരിച്ചാൽ നിർബന്ധമായിട്ടും ഐ വിൽ സ്റ്റീൽ ദ ഷോ. ചിലപ്പോൾ തുമ്മിയാൽ മതി ആൾക്കാർ ഇരിക്കും, എന്ത് ചെയ്യാൻ പറ്റും. പോട്ടെ, ഇപ്പം നിങ്ങൾ ഇത്രയും നേരം എന്നോട് സംസാരിക്കുന്നു, ഞാൻ ഇൻ്റർവ്യൂ തരുന്നു, എൻ്റെ ശരീരഭാഷ നോക്കുക, ശബ്ദം നോക്കുക, ഇത് കഴിഞ്ഞ് ഞാൻ അനാരോഗ്യമെന്ന് നിങ്ങൾ ഭ്രാന്തനാണ്. ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്താ കുഴപ്പം? എന്താ അതിൻ്റെ അർത്ഥം ആ ചോദ്യത്തിൻ്റെ? അടുത്ത ചോദ്യം, ആരോഗ്യം എങ്ങനെയുണ്ട്? ഇല്ല, 5 കിലോ തരൂ. ഇത് അത് പലരും കൊടുക്കും ഞാൻ നല്ല ടൈംസ്. അത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല. അസുഖമൊന്നും വന്നില്ലേ മനുഷ്യൻ മരിക്കില്ലേ? അപ്പം ഇവനൊന്നും വേറെ പണിയില്ല, 3 നേരം ഭക്ഷണം കഴിക്കുക, പരദോഷം പറയുക. സാറിന്റെ വിവരം അറിയാൻ ആഗ്രഹിക്കുന്ന നന്മയുള്ള മനുഷ്യരുണ്ടാവില്ലേ? ആദ്യം അച്ഛൻ്റെ അമ്മയുടെയും ഭയങ്കര കാര്യം നന്നായിട്ട് ഞാൻ വായി നോക്കുമെന്ന് പറയും. വാനോട്ടമാണ് എൻ്റെ ഗുരു. ഇടത് ചായവുമില്ല വലത് ചായവുമില്ല, എനിക്ക് നേരെ ചായവുള്ളൂ. ഞാൻ എൻ്റെ വഴി, അത് ഞാൻ മറ്റുള്ളവർക്ക് പ്രശ്നമാകത്തില്ല. ഇത്രയുമാണ് എനിക്ക് ഈ സമൂഹത്തിനകത്ത് കമ്മിറ്റ്മെൻറ്റ്. ഞാൻ ഇൻക്ലാബൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാനായിട്ട് വിളിക്കുമ്പോൾ അവിടുത്തെ SFI യൂണിറ്റിൻ്റെ നിർബന്ധം അവരിങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യണം. കാരണം ഐ വാസ് സോ പോപ്പുലർ. അന്ന് ഒരു കണ്ടീഷനുണ്ട്, എന്താണ്, എൻ്റെ പേരിൻ്റെ മുമ്പിൽ സഹാവൊന്നും വയ്ക്കരുത്. അതവർ ആലോചിച്ചു, അതെ പറ്റില്ല, എനിക്ക് അതിന് വേണ്ടി സഹാവാകാൻ പറ്റില്ല. ഇപ്പോൾ ഇലക്ഷൻ വാർത്തകൾ വായിക്കുമ്പോൾ BJP നിന്ന് കോൺഗ്രസിൽ പോകുന്നു, കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വരുന്നു. എന്ത് എളുപ്പമാണ് രാഷ്ട്രീയം. എനിക്ക് ഉറപ്പാണ് ആഫ്റ്റർ ദിസ് ഇൻ്റർവ്യൂ യു ക്യാൻ ഒൺലി ലൈക്ക് മീ. പിണറായി വിജയൻ്റെ ഡയലോഗ് ഡെലിവറി വളരെ സ്ലോയാണ്, എൻ്റെ വളരെ ഫാസ്റ്റാണ്. ഉമ്മൻചാണ്ടിയായിട്ട് താരതമ്യം ചെയ്യുന്ന കാരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടി സ്പീഡാണ്, ഞാനും സ്പീഡാണ്. ഒരു രീതിയിലും ആൾക്കാരിങ്ങനെ പറയുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഒരു ഹാങ് ഓവർ ഒന്നും മനസ്സിൽ വെക്കേണ്ടത്. യു ക്യാൻ ഡു ആസ് യുവർ ഓൺ. അപ്പം ഞാനൊരു അച്ഛനായിട്ടങ്ങ് മാറി. ചോദ്യങ്ങൾ നന്നായതുകൊണ്ടാണ് ഞാൻ ഇത്ര നീട്ടി പറഞ്ഞത്, അല്ല എപ്പോഴും നിർത്തിയാണ് ചെയ്തത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പോയ 50 വർഷ കാലയളവിൽ ഈ തലയിൽ കെട്ടുകാരൻ പലതവണ മലയാള സിനിമയുടെ തലക്കെട്ടായി മാറിയിട്ടുണ്ട്. ഒരാൾ എഫിഷ്യൻ്റായി മൾട്ടി ടാസ്ക് ചെയ്യുന്നെങ്കിൽ അയാളെ നോക്കി നമ്മൾ ചോദിക്കും, നീ എന്താ ബാലചന്ദ്ര മേനോന് പഠിക്കുകയാണോ എന്ന്. സാക്ഷാൽ ബാലചന്ദ്ര മേനോൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രതിച്ഛായയെ പറ്റി സംസാരിക്കാൻ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. എല്ലാവരും ചോദിച്ച ചോദ്യമാണ്. എന്നാലും ഈ മൾട്ടി ടാസ്കിങ് അത് സിനിമയെ സംബന്ധിച്ച് മാത്രമല്ല, ഇപ്പോൾ സമാന്തരങ്ങളുടെ അവാർഡ് കിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം കർഷകശ്രീ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ലെവലിലുള്ള മൾട്ടി ടാസ്കിങ് ഇതെങ്ങനെ സാധിക്കുന്നു? സംഭവിച്ചു പോകുന്നതാണ്. ഇതൊന്നും നമ്മൾ നിർബന്ധപൂർവ്വം ഇത് ചെയ്യണം, ഇത് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും, അങ്ങനെ കരുതി കൂട്ടി ചെയ്യുന്ന സംഭവങ്ങളൊന്നുമല്ല. ഈ ക്രിയേറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. നമ്മുടെ ക്രിയാത്മകമായിട്ടുള്ള നമ്മുടെ വാസനകളുടെ ബഹിസ്ഫുരണമാണ്. അത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമുള്ളപ്പോൾ തോന്നുന്നൊരു വികാരമാണ്. അതിലൊക്കെ മാറ്റം വന്നതെല്ലാം മാറും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മേഖലകളിൽ എനിക്ക് പങ്കിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ കരുതിക്കുട്ടി വന്നതല്ല, ഞാൻ വന്നു പോകുന്നതാണ്. അതിൻ്റെ പേരാണ് ഡെസ്റ്റിനി. പ്രതിച്ഛായ രാഷ്ട്രീയം ആണ് അതിൻ്റെ പ്രതലമെങ്കിൽ ഒരു അച്ഛൻ മകൻ ബന്ധമുണ്ട് ഇതിനകത്ത്. ഇതൊരു ഫാമിലി ഡ്രാമയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ സാറൊരു നേതാവൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നയൻ വ്യക്തമാക്കുന്നതിലൊക്കെ നമുക്ക് കൊണ്ടുവന്നൊരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ട്. അതിൻ്റെ ഒരു പുതിയ വേർഷൻ ആയിരിക്കും പ്രതിച്ഛായയിൽ. അല്ല, പ്രതിച്ഛായ എന്ന് പറയുന്നത് അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ കഥ എന്ന് പറയാം. എന്ന് പറഞ്ഞെങ്കിൽ ജനങ്ങൾ അറ്റ് ലാർജ് വിൽ ബി ഇൻട്രസ്റ്റഡ്. ഒരു കലാരൂപത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അതിനെ സംബന്ധിക്കുന്ന ചിന്താധരണി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ സമൂഹത്തിന് കൊടുത്താൽ പിന്നെ അവർ വ്യാഖ്യാനിച്ചു പോകും. അപ്പം മുഖ്യമന്ത്രിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മുഖ്യമന്ത്രിയുടെ കഥ, ഏത് മുഖ്യമന്ത്രി ആയിരിക്കും, ആരെപ്പറ്റിയായിരിക്കും, എങ്ങനെ ഇരിക്കും, ഈ ചിന്തകൾ പെട്ടെന്നുണ്ടാകും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കഥ എന്ന് പറയുമ്പോൾ ഒരു കുടുംബകഥയാണോ? ആ കുടുംബകഥയാണെങ്കിൽ കുടുംബ പ്രശ്നം എന്താണ്? അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ ഡയറക്ടർ ഉണ്ണികൃഷ്ണനോടൊപ്പം എന്ന് പറഞ്ഞ പോലെ ഇതൊരു അച്ഛനും മകനും തമ്മിലുള്ള കഥയാണ്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി ബാക്കിലേക്ക് പോയി. അപ്പം നമുക്ക് വേണ്ടത് ജനം ആസ്വദിക്കുന്ന കഥാതന്തു ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പല പരിവേഷം വരും. അതിൻ്റെ ഒരു പരിവേഷമാണ് മുഖ്യമന്ത്രിയുടെ കഥ. ട്രെയിലറിലൊക്കെ കാണുമ്പോൾ ഈ മുഖ്യമന്ത്രി കുറച്ചധികം ജനകീയനായ ഒരാളായിട്ടാണ് തോന്നുന്നത്. ജനകീയനായ മുഖ്യമന്ത്രിമാർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് താനും. പക്ഷേ സാറിൻ്റെ ഒരു ഓഫ് സ്ക്രീൻ പേഴ്സോണയും ഒരു പൊളിറ്റിക്കൽ ഇമേജുമായി ചേർന്ന് വരുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിന്. അത് ഉമ്മൻചാണ്ടിയാണ്. ഒരേപോലെ ജനങ്ങളെ കാണാനും ജനകീയനാവാനും അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന രണ്ടാളുകൾ. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഒരു ഛായയുണ്ട് പ്രതിച്ഛായയ്ക്ക്. ഇല്ല, അതിനകത്ത് 2 കാര്യങ്ങളോട് ഞാൻ യോജിക്കാം. ഒന്ന്, കേരളത്തിലിരുന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ എടുത്താൽ
എടുത്ത് നോക്കി EMS, ബാക്കി പറയാം. EMS ഉണ്ട്, നായനാരുണ്ട്. അത് പിന്നെ വന്നു. നായനാരുണ്ട്, VS അച്യുതാനന്ദനുണ്ട്, കരുണാകരനുണ്ട്. ഇവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം ഞാൻ ഏതിലാണ് താരതമ്യത്തെ വിജയിക്കുക എന്ന് പറയാൻ പറ്റുകയില്ല. ഓരോരുത്തർക്കും ഓരോ ശരീരഭാഷയും ഓരോ ചിന്താഗതിയായിരിക്കും. ഇപ്പം പിണറായി വിജയനുമായിട്ട് തന്നെ ആരും കമ്പയർ ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ്റെ ഡയലോഗ് ഡെലിവറി വളരെ സ്ലോ ആണ്, എൻ്റെ വളരെ ഫാസ്റ്റാണ്. ഉമ്മൻചാണ്ടിയായിട്ട് താരതമ്യം ചെയ്യുന്ന കാരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടി സ്പീഡാണ്, ഞാനും സ്പീഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചലനത്തിലും നോട്ടത്തിലും ഇരിപ്പിലും എല്ലാം ആ വേഗതയുണ്ട്. ഏതാണ്ട് അത്രയൊക്കെ എത്തത്തില്ലെങ്കിലും ആ വേഗതയുടെ വേറെ രൂപാന്തരമാണ് എൻ്റെയും ഭർത്താവിൻ്റെ രീതി. ഇപ്പം ഇപ്പം എടുത്ത ഇത്രയും പോർഷൻ എൻ്റെ കൈയും കാലും എത്ര അനങ്ങുന്നു, ഇത്രയും കൈയും കാലും അനങ്ങുമോ പിണറായി വിജയന്? ആ പുള്ളി അളന്ന് തൂക്കി സംസാരിക്കുന്നതേ പറയത്തുള്ളൂ. അത് വരും ഓരോരുത്തരുടെ സ്വഭാവം, ആ വ്യത്യാസമുണ്ട്. അതിവേഗം ബഹുദൂരമാണോ? അതിവേഗം ബഹുദൂരം ഉമ്മൻചാണ്ടിയുടെ ക്യാപ്ഷൻ. ഇതിലെ മുഖ്യമന്ത്രി അതിവേഗം ബഹുദൂരമാണോ? അതെ, ഞാനത് എൻ്റെ ഈ ഡയറക്ടർ അതിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഒരു രീതിയിലും ആൾക്കാരിങ്ങനെ പറയുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ഹാങ് ഓവർ ഒന്നും മനസ്സിൽ വെക്കേണ്ട, യു ക്യാൻ ഡു ആസ് യുവർ ഓൺ. അപ്പം ഞാനൊരു അച്ഛനായിട്ടങ്ങ് മാറി. അപ്പോൾ എൻ്റെ രൂപത്തിൽ ഞാൻ മാറ്റം നിർബന്ധിച്ചു. ആ രൂപത്തിൽ എനിക്ക് ആഗ്രഹിച്ച പോലുള്ള മേക്കപ്പാണ് ഇവിടെ നോക്കും പറയാം. എനിക്കൊരു മേക്കപ്പ് ഇട്ടിട്ടില്ല, ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ മുതൽ വ്യത്യാസം വന്നു. ഇത് മാജിക് വർക്ക്. ഈ ചില കാര്യങ്ങളിൽ, കഥാപാത്രങ്ങളുടെ ചില മാനറിസങ്ങളിൽ അല്ലെങ്കിൽ വസ്ത്രങ്ങളിലൊക്കെ ഒരു ബാലചന്ദ്രമേനോൻ ടച്ച് കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ എടുക്കുക, ആദ്യം മൊത്തം കളർഫുൾ കോസ്റ്റ്യൂംസിലാണ് വരുന്നത്. അതിനുശേഷം പിന്നീട് ആ വൈറ്റിലേക്ക് വരുന്നു, നീണ്ട താടി, നീണ്ട മുടിയിലേക്ക് വരുമ്പോൾ അയാളുടെ വിഷണ്ണത മുഴുവനുമായും ആഭവിച്ചിരിക്കുകയാണ് ആ കഥാപാത്രത്തിൽ. ഇങ്ങനെയുള്ള ചില ട്വീക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഹാക്സ് അതെങ്ങനെയാ കിട്ടുന്നത്? അല്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ക്ലാസ്മേറ്റ്സിൽ അഭിനയിക്കുമ്പോൾ ലാൽ ജോസ് അല്ലേ അഭിനയിച്ചപ്പോൾ ആദ്യം ഈ കഥാപാത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ അഭിനയിക്കാനായിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലാൽ ജോസ് സംസാരിച്ചപ്പോൾ ആ ചർച്ചയുടെ ഇടയിൽ വന്ന ഒരു സംഗതിയാണ്. ഞാൻ ആദ്യം കാണിച്ച മേക്കപ്പ് ഉണ്ടല്ലോ, ആദ്യത്തെ ആ മുടിയൊക്കെ വളർത്തിയത്, ലാൽ ജോസിന് അല്പം സംശയം ഉണ്ടായി അതൊരു കോമാളി ക്യാരക്ടറായി പോകുന്നു. കാരണം പുള്ളിയുടെ കയ്യിലുള്ള അയലിലുള്ള ട്രാജിക് സ്റ്റോറിയാണ്, അയാളുടെ മകൻ മരിച്ചു പോകാണല്ലോ. അപ്പോൾ അതിലേക്ക് വരുമ്പോഴേക്ക് ഇത് മിസ്ഫെയർ ചെയ്യുമെന്നൊരു ഭയം വന്നു. ഞാനപ്പോൾ എൻ്റെ മനസ്സിലറിയാതെ പറഞ്ഞു, അത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട, ചെറുപ്പത്തിലുള്ള കളർഫുൾ ഡ്രസ്സ് ഇട്ടെ, പിന്നെ വരുമ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് മൊത്തം നരയ്ക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു. ജീവിതത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ പല നേട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പം പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ആകാൻ തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ സാർ മാത്രമാണ് സ്ക്രീനിൽ അച്ഛൻ മകൻ ബന്ധത്തിലെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സീക്വൻസ് ചെയ്തിട്ടുള്ളത്. അത് കൃഷ്ണ ഗോപാലകൃഷ്ണയിലാണ്. അച്ഛനെ അടിക്കുകയാണ് മകൻ, അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ സീക്വൻസ് വേറെ രീതിയിൽ റിപ്പീറ്റ് ചെയ്യണം. ആ സിനിമ എളുപ്പത്തിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന അവസ്ഥയല്ല, ഒരു പുരുഷന്റെ മൊത്തത്തിലുള്ള ജീവിതരേഖയുണ്ട്. അത് കഴിഞ്ഞുള്ള ഡയലോഗും ഉണ്ട്. അതെ, ആ ഡയലോഗും കൂടെ നിങ്ങൾ പറയണം. അതായത് അടിച്ചു, ഇപ്പം ഞാൻ നിങ്ങളെ ഈ ചോദ്യം ചോദിക്കാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ ഓരോ സിനിമകളുടെ കഥകൾ എൻ്റെ ചോരയിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. അടിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പറയുന്ന ആ റോൾ അഭിനയിച്ചത് വേണുജി എന്നൊരു ആക്ടറാണ്. അതേ പണ്ടോ ഇല്ല, മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ്, നീ തല്ലിയല്ലേ, അച്ഛനെ തല്ലിയല്ലേ, പേടിക്കണ്ട, പലിശ അടക്കം കിട്ടും. കാരണം പുള്ളി പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളാണ്. അതെ, അതുപോലെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ പിന്നീട് എൻ്റെ മകൻ എന്നെ തല്ലുന്നുണ്ട്. എത്ര ആളുകളുടെ മുമ്പ് വെച്ചാണ്. മതി. അപ്പോൾ ഐ ഹാഡ് എൻ ഐഡിയ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ പബ്ലിക് ആൻഡ് ദേ എൻജോയ്ഡ് ഇറ്റ്. എവിടുന്നാണ് ഈ തീക്ഷ്ണത കിട്ടുന്നത്? ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടുള്ള ബാലചന്ദ്രൻ മേനോന്റെ ജീവിതത്തിലൊന്നും ഇത്രയൊന്നും അച്ഛൻ മകൻ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് അറിയാം, അത് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ആ ദർശനങ്ങൾ എവിടെ നിന്ന് കിട്ടും? അത് നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ സമൂഹമാണ്. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകമാണ്. എന്നെ സംബന്ധിച്ച് എവറി മൊമെൻറ്റ് ഈസ് ക്രിയേറ്റീവ് ഫോർ മീ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ മൊത്തം പോകുന്ന ഇവിടേക്കാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സംഗതി എന്നെ ബാധിക്കും, അത് നിങ്ങളറിയത്തില്ല. അത് കൊണ്ട് നടക്കും ഞാൻ. അത് കൊണ്ട് നടന്ന് മേ ബി ആഫ്റ്റർ 5 years ഇറ്റ് വിൽ കം അഗെയിൻ. അതാണ് എൻ്റെ രീതി. എനിക്കിത് ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഞാൻ അധികം പുസ്തകം വായിക്കാറില്ല, നന്നായിട്ട് ഞാൻ വായി നോക്കുമെന്ന് പറയും. വാനോട്ടമാണ് എൻ്റെ ഗുരു. അപ്പോൾ പിന്നീട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ചോദിച്ചിട്ടുണ്ട്, എന്തൊന്നാണ് ഈ വായും വളർന്ന് ചെയ്യുന്നത്? ഓടുന്ന ട്രെയിനും പറക്കുന്ന വിമാനമൊക്കെ എനിക്ക് അത്ഭുതമാണ്. അത് കഴിഞ്ഞ് കോളേജിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, അന്ന് പോടെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഐ തിങ്ക് ദാറ്റ് ദർ ഈസ് സംതിങ് ഫോർ മീ ഇൻ മൈ സറൗണ്ടിങ്സ്. അത് കണ്ടെത്തണം. കല്യാണം കഴിച്ചു ഭാര്യയും ചോദിച്ചു പറയും, എന്തൊരു വാനോട്ടമായിരുന്നു, എന്തൊക്കെ അറിയേണ്ടത്. എനിക്കിന്നും രാവിലെ 2-3 ന്യൂസ് പത്രങ്ങൾ വായിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് അറിയണം എൻ്റെ ചുറ്റും ലോകം അങ്ങനെ കളയുന്നത്. ഇൻഫോംഡ് ആയിരിക്കണം. ഞങ്ങൾ ഇത്രയും നേരം അവിടെ അകത്ത് സംസാരിച്ച പക്കാ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നത് ഞാൻ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? അല്ല പറ്റുമോ? അവിടെ കാശ് മാത്രം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നാൽ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല.
കോളേജ് കാലഘട്ടത്തിൽ ഒരു SFI സഹയാത്രികനായിരുന്നു. അതിനുശേഷം എവിടെയും ഒരു ഇടത് ചായ്വോ വലത് ഇല്ല, ചായ്വോ ഇല്ല. എനിക്ക് ഇടത് ചായവും ഇല്ല, വലത് ചായവും ഇല്ല, എനിക്ക് നേരെ ചായവേ ഉള്ളൂ. ഞാൻ എൻ്റെ വഴി, അത് ഞാൻ മറ്റുള്ളവർക്ക് പ്രശ്നമാകത്തില്ല. ഇത്രയുമാണ് എനിക്ക് ഈ സമൂഹത്തിനകത്ത് കമ്മിറ്റ്മെൻറ്റ്. ഞാൻ അവിടെ അത് ചെയ്യാം, ഞാൻ ഇവിടെ ഉണ്ടാക്കും, ഒന്നും അതെല്ലാം അടവാണെന്നേ. ഉം. ഞാൻ രാഷ്ട്രീയം നന്നായിട്ട് കളിച്ചിട്ടാണ് വേണ്ടെന്ന് വെച്ചത്. ഞാൻ ഇൻക്ലാബൊന്നും വിളിച്ചിട്ടില്ല. ഇൻക്ലാബിന് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാനായിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ SFI യൂണിറ്റിൻ്റെ നിർബന്ധം, അവരിങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഐ വാസ് സോ പോപ്പുലർ അന്ന്. അപ്പോൾ എന്നെ നിർത്തിയാൽ ജയിക്കുന്ന ഉറപ്പാണ്. കാരണം ആദ്യം ഞാൻ മാസിൻ്റെ വോട്ട് ഉറപ്പാക്കി. ഞാൻ നിൽക്കാം, ചെയർമാനായിട്ട് നിൽക്കാം. ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? എൻ്റെ പേരിൻ്റെ മുമ്പിൽ സഹാവൊന്നും വയ്ക്കരുത്. അതവർ ആലോചിച്ചു. അതെ, പറ്റില്ല, എനിക്ക് അതിന് വേണ്ടി സഹാവാകാൻ പറ്റില്ല. ഇപ്പം ഇലക്ഷൻ വാർത്തകൾ വായിക്കുമ്പോൾ BJP നിന്ന് കോൺഗ്രസ്സിൽ പോകുന്നു, കോൺഗ്രസ്സിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വരുന്നു. എന്ത് എളുപ്പമാണ് രാഷ്ട്രീയം. പിന്നെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിൻ്റുണ്ട്. ആരും എല്ലാം അറിയാവുന്നവർ പറയാതിരിക്കുകയായിരിക്കും. എനിക്ക് രാഷ്ട്രീയ താല്പര്യത്തിൽ പറയാം. 10ൽ 6 പേര് പറഞ്ഞാൽ അച്ഛൻ്റെ പേര് മാറ്റണം. 10ൽ 6 പേര് പറഞ്ഞാൽ അച്ഛൻ്റെ പേരല്ല ആണോ, എനിക്ക് സീറ്റ് മതി എന്ന് പറയണം. അതൊക്കെ എല്ലാവർക്കും പറ്റുന്നില്ല. ഞാൻ അവരൊന്നും ഞാൻ ജീവിക്കുന്ന ജനാധിപത്യത്തിൻ്റെ കീഴിലാണ്. അതിൻ്റെ വിധേയത്വവും അതിൻ്റെ ബഹുമാനവും ഒക്കെ രീതികളുണ്ട്. പക്ഷേ ആ ജനാധിപത്യ രീതിയെ പുഴുക്കുത്താക്കി മാറ്റുന്ന ഒരു വൃത്തികെട്ട സാമൂഹിക അന്തരീക്ഷമുണ്ട്. അത് ഞാൻ ദുഃഖിതനുമാണ്. ഈ സിനിമയുടെ അകത്ത് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നെഞ്ചു മരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാനുണ്ട്. ഈ ചങ്കൂറ്റം പേഴ്സണൽ ലൈഫിൽ എത്ര അളവിലുണ്ടായിരുന്നു എന്നറിയാൻ ഞാനൊരു സന്ദർഭത്തോടുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ സമാന്തരങ്ങളിൽ അവാർഡ് കിട്ടുന്നു, പക്ഷേ ആ അവാർഡ് ഒരു മറ്റൊരാളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. പല അവസരങ്ങളിൽ കരുതി കൂട്ടി ബാലചന്ദ്ര മേനോന്റെ പേര് വരാതെ ഒരുപാട് വാർത്തകൾ വരുന്നു. പേര് നീണ്ടുപോയി എന്ന് പറയും. നീണ്ടുപോയെന്ന് അതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ പറയുന്നതേ ഒരേ, അതായത് മറ്റേ സൈഡിൽ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തെ കോംപ്ലിമെന്റ് ചെയ്യാൻ ഒരു റൈറ്ററുണ്ട്, ഡയറക്ടറുണ്ട്. ഇതെല്ലാം സ്വയമാണല്ലോ ചെയ്യുന്നത്. അതെ. അതൊരു വേദനയേ ആയിട്ടില്ല. അല്ല, അത് വേദനിച്ചിട്ട് കാര്യമില്ല. എന്തിനാ വേദനിക്കുന്നത്? ഞാൻ 38 പടങ്ങൾ ചെയ്തു. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നറിയോ? ഒരു സിനിമ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്ന് കരുതി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച്, ഉള്ള ജീവിതം മുഴുവൻ എന്താ പറയുക, കരുവാളി പിടിച്ചിട്ട് ഒരു പടം എങ്ങനെയോ ഒപ്പിച്ചിട്ട് ആ പടത്തിൻ്റെ പൂജയുടെ തലേദിവസം മരിച്ചു പോകുന്ന ആൾക്കാരില്ലേ ഉണ്ട്. അത് എന്ത് ചെയ്യുക? അത് നോക്കുമ്പോൾ കരുണാമയനായ ദൈവം 38 പടം ആരോഗ്യമായിട്ടൊന്ന് ചെയ്യാൻ തന്നില്ലേ? ആ 38 പടത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാർ ഇന്നും നമ്മുടെ ഒരു സിനിമയുടെ പഴയ സിനിമ പഴയ അങ്ങനെ പറയത്തില്ല. വിത്ത് റെസ്പെക്റ്റ് ആണ് സംസാരിക്കുന്നത്. അത് നമ്മൾ ചെയ്ത കർമ്മത്തിന് കിട്ടിയ പുണ്യം. പിന്നെ വിമർശനം വരും, അതെല്ലാം വരും. അതൊന്നും ഐ ഡോണ്ട് കെയർ. ഐ ഡു എ ഫിലിം ബിക്കോസ് ഐ വാണ്ട് ടു ഡു ഇറ്റ്. അല്ല ഇനി ഒന്ന് ചെയ്ത് അത് കണക്കൂട്ടലൊന്നുമില്ല. ലോകത്ത് തന്നെ ഏറ്റവും അധികം സിനിമകൾ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച നടൻ, ദേശീയ അവാർഡുകൾ, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, എത്രയോ പുസ്തക പ്രസിദ്ധീകരണങ്ങൾ, കേരളം മൊത്തം. ഈ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നു, പാട്ട് പാടുന്നു, പുസ്തകം എഴുതുന്നു, എന്താ കാര്യം? അത് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇന്ന് കാശ് ഇടുന്നോട് ചെയ്യുന്ന അല്ലത്. ഇറ്റ് ഈസ് വിത്തിൻ യു ഹാവ് ടു എക്സോസ്റ്റ് ഇറ്റ്. അല്ലെ ഉറങ്ങാൻ. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. കാലം കുറെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഇപ്പൊ ജെൻസി ആൽഫ ജനറേഷൻ്റെ കാലഘട്ടമാണല്ലോ, അവരെങ്ങനെ ഓർക്കണം ബാലചന്ദ്രൻ മേനോൻ? അത് ഞാൻ പറയാൻ പാടില്ലല്ലോ. അതെ, സ്വയമേ ഒരു പ്രതിച്ഛായ അത് പാടില്ല. ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ ഉള്ളൂ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഈ ഇരിക്കുന്ന ഞാൻ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് വാങ്ങിച്ച, കർഷകശ്രീ അവാർഡ് വാങ്ങിച്ച ബാലചന്ദ്രൻ എത്ര പേർക്കറിയാം? കുറച്ച് പേർക്കറിയാം. അഭിമാനത്തോടെ ഞാനത് വാങ്ങിച്ചു. കാരണം ഞാൻ അർഹിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് പോയി 8-9 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് 10-15 പശുക്കളെ പരിപാലിച്ച് അതിൻ്റെ ചാണകം കോരി അതിലൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ നല്ല കർഷകനല്ല? അപ്പോൾ കർഷകശ്രീയായിട്ട് അവാർഡ് വാങ്ങിക്കാണ്ട് പശുവിനെ വാങ്ങിച്ചതല്ലേ ഞാൻ. അവിടെ പോയി പുല്ല് പറിച്ചിട്ടുണ്ട് ഞാൻ. നാഷണൽ അവാർഡ് വാങ്ങിച്ച ഒരാൾ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒരിക്കലും എന്നെ ഫോൺ ചെയ്തു ഭാര്യ ഫാം ഹൗസിലേക്ക്. എന്ത് ചെയ്യുന്ന ചേട്ടാ? ഞാൻ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അവൾ ചിരിച്ചു. സത്യമാണ്. അപ്പോൾ ആ പുല്ല് പറിക്കുമ്പോഴും ആ പുല്ലിൽ നമ്മുടെ കൈകൾ സ്പർശിക്കുമ്പം അതിൻ്റെ ഈർപ്പം, അതിൻ്റെ നനവ്, അതിലൊരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ തലങ്ങൾ, അതൊക്കെ നമുക്ക് തരുന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരാണ് കലാഹൃദയം. ഞാൻ സംവിധാനം ചെയ്യുന്നുള്ള സിനിമയുടെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് മമ്മൂക്ക പറഞ്ഞതായി സാർ പറയുന്നൊരു വരിയുണ്ട്. ഒരിക്കലും നിങ്ങളെപ്പോലുള്ളൊരു ഡയറക്ടർ മറ്റൊരാളുടെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരാളല്ല. അതൊരു ബഹുമാനത്തിൻ്റെ ടോണാണ്. അത് ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു അളവ് അതിൽ വളരെ കൂടുതലാണ്. ഈ 50 വർഷ കാലയളവിൽ മമ്മൂക്കയിൽ നിന്ന് ലഭിച്ചതുപോലുള്ള ഒരു ബഹുമാനവും ആദരവും എല്ലാ കാലവും കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും പരാതികളുണ്ടോ? പറയാം. നല്ല ചോദ്യം. ഞാൻ പറയാം. ഞാൻ സിനിമ വന്നിട്ട് 50 വർഷം കഴിഞ്ഞു. നിങ്ങൾ സൂചിപ്പിച്ചു. ഇന്നിതുവരെ എനിക്ക് ഞാൻ അർഹിക്കുന്ന പരിഗണനയോ ആദരവോ കിട്ടാത്ത ഒരു സന്ദർഭത്തിൽ പെട്ടിട്ടില്ല.
ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനുള്ള അവസരം കൊടുക്കില്ല. ഇരിക്കാൻ നല്ല കസേരയില്ല എന്നുറപ്പുണ്ടെങ്കിൽ അവിടെ കസേരയ്ക്ക് വേണ്ടി ഞാൻ ബഹളം ഉണ്ടാക്കത്തില്ല. അർത്ഥമില്ല അത്. ന്യൂസൻസ് വാല്യൂ വേറെ ഒരുപാട് സമയമുണ്ട് ചെയ്തു. പിന്നീട് ധനപരമായ കാര്യം, സിനിമയുള്ള ഞാൻ പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇന്നിതുവരെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ചെക്ക്, ഒഫീഷ്യൽ ചെക്ക് ബൗൺസ് ആയിട്ടില്ല. ഞാൻ വാങ്ങിയ ചെക്കുകൾ സിനിമയിൽ നിന്ന് ഒരു ചെക്ക് ഒഴിച്ച് ബാക്കി ഒന്നും ബൗൺസ് ആയിട്ടില്ല. ആ മടങ്ങിയ ചെക്ക് എൻ്റെ ഒരു കുടുംബ സുഹൃത്തായതുകൊണ്ട് ആ കുടുംബത്തെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ മറന്നു. ബാക്കി എല്ലാം ഞാൻ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന ആളാണ്. അങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന ആളായതുകൊണ്ടാണ് കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം ഉണ്ടായത്. ഒന്നും ഇല്ലാത്തതൊന്നുമില്ല. ഇല്ലാത്ത കാര്യമൊക്കെ ഉണ്ടാക്കി ഇല്ലാത്ത കിരീടമൊക്കെ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ വിഡ്ഢിയാകാൻ താല്പര്യമില്ല. ഒരു സമയത്ത് അതായത് 90കളുടെ അവസാനത്തിലും 80കളുടെ 80കളുടെ മധ്യഭാഗത്തൊക്കെ ആളുകൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ബാലചന്ദ്ര മേനോൻ. ബാലചന്ദ്ര മേനോൻ സിനിമയിൽ ഇവർ രണ്ടുപേരും വരുന്നു. എന്തുകൊണ്ടാണ് ഒരു പ്രൊജക്ട് അല്ല, വന്നിട്ടുണ്ടല്ലോ അവർ. എൻ്റെ മോഹൻലാൽ ഒന്നുമില്ലാതിരുന്ന സമയത്താണ്. അല്ല, നിങ്ങൾ 3 പേരും കൂടി 3 സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു സിനിമ. അല്ലല്ല, മോഹൻലാൽ, ഞാൻ വേറൊരു ഇൻ്റർവ്യൂ പറഞ്ഞാണ്, മോഹൻലാലിനെ ആദ്യമായിട്ട് എൻ്റെ പടത്തിലിട്ടപ്പം അത് എൻ്റെ ചുറ്റുമുള്ള ലോകം മുഴുവൻ എതിർത്താണ്. ഞാൻ തന്നെയാണ് വക്താവായിട്ട് തോന്നുന്നത്. ഇല്ല, മോഹൻലാൽ ചെയ്യണം, മോഹൻലാൽ ആ റോൾ ചെയ്യണം, മോഹൻലാൽ ആ പാട്ട് പാടണം എന്ന് നിഷ്കർഷിച്ച് തൊപ്പിയും വെച്ച് പറഞ്ഞ ഡയറക്ടറാണ് ഞാൻ. മമ്മൂട്ടി അങ്ങനെ എൻ്റെ കൂടെയും രണ്ടോ നല്ല ശേഷം കാഴ്ചയിൽ എൻ്റെ ഓഫ്കോഴ്സ് നയം വ്യക്തമാക്കണം എന്നാണ് തോന്നുന്നത്, മെയിൻ റോൾ. അപ്പോൾ എൻ്റെ പടത്തിൽ അപ്പോൾ ഇനി അടുത്ത സംഭവം നിങ്ങളത് പറഞ്ഞില്ല, എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ പേര് സൂചിപ്പിച്ചാൽ ബാക്കി സാമ്പത്തികമായ എല്ലാ കടപ്പാടുകളും ബുദ്ധിമുട്ടും തീരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ മലയാള സിനിമയിലെ ഒട്ടുമത്ര അറിയപ്പെടുന്ന രീതിയിലുള്ള അല്ലാത്ത ലോബിയിൽപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്, പഴയ ആൾക്കാർ. അവരെല്ലാവരും എൻ്റെ പടത്തിയിട്ടുണ്ട്. എൻ്റെ സന്തോഷം അവരൊന്നും നേടാനില്ല. എത്രയോ പേര്, അടൂർ പങ്കജം, അടൂർ ഭവാനി, പഴയ ആർട്ടിസ്റ്റുകളാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഓർത്ത് നോക്കുക. എവിടെങ്കിലും അവരെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യും. അല്ലാതെ ആർക്കുണ്ട് മണം, ആർക്കുണ്ട് നിറം പോയി, അതെൻ്റെ നിലപാടല്ല. കാരണം ഞാൻ നിറമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ആദ്യം. അപ്പം ഞാൻ കയറി വന്നില്ലേ, ആ അവസരം തന്നപ്പോൾ ബാക്കിയുള്ള അവസരം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നും എന്തുകൊണ്ട് വരുന്നില്ല, എൻ്റെ ശരീരഭാഷയും എൻ്റെ രീതിയൊന്നും മാറ്റി ഇനി കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് 50 വർഷം സിനിമയെ കഴിഞ്ഞ സുഹൃത്തേ, ഇനിയിപ്പോൾ എനിക്ക് സിനിമയെ അള്ളിപ്പിടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കൂടുതൽ താല്പര്യം വാചകം പഠിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും? വാചകം വഴിയും വാനോട്ടവും, അതാണ് ഏറ്റവും നല്ല ലഹരി. വളരെ ഗംഭീരമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കൂടി സിനിമയിൽ തന്നിട്ടുണ്ടല്ലോ. ഇത്രയും കാലത്തെ സിനിമാ ജീവിതം, വ്യക്തി ജീവിതത്തിൽ നിന്ന് പുരുഷന്മാർ സ്ത്രീകളെ പറ്റി മനസ്സിലാക്കേണ്ടത് എന്താണ്? അപകടമാണ്. സ്ത്രീകളോ? ഇഫ് നോട്ട് ഹാൻഡിൽഡ് വിത്ത് കെയർ. ഇതിനപ്പുറം ഒരു നല്ല വ്യാഖ്യാനം ഉടനെ കിട്ടത്തില്ല ഇത്ര പെട്ടെന്ന്. നിങ്ങളൊരു പക്ഷേ എന്നെ ഉത്തരം മുട്ടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കൊരു മോളുണ്ടെന്നറിയാം, എനിക്കൊരു ഭാര്യ ഉണ്ടെന്നറിയാം. അപ്പോൾ ആ ഉത്തരം എങ്ങനെ ഇരിക്കുന്ന അറിയാനുള്ള ആ വാസന ഞാൻ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും വളരെ രസമുള്ള ബാലചന്ദ്ര മേനോന്മാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരരാത്രി എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അവിടെ ഫുൾ ചങ്കൂറ്റമാണ്. അതായത് ഷൂട്ട് ചെയ്യുന്നതിന് അന്ന് വൈകുന്നേരം 3 മണിക്ക് ക്യാമറ കാണുന്ന ഒരു സംവിധായകൻ്റെ ചങ്കൂറ്റമുണ്ട്. ഇപ്പം അമ്മയാണ് സത്യത്തിലൊക്കെ നോക്കുമ്പോൾ അതൊരു അങ്ങനത്തെ ഒരു പ്ലേ ഉള്ളൊരു സിനിമ പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല. ഇപ്പം മലയാള സിനിമ മൊത്തം അടുക്കളപ്പുറത്തേക്ക് കൊണ്ടുപോയൊരു സംവിധായകൻ വേറെ ഇല്ല. അപ്പോൾ പ്രതിച്ഛായയിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു പുതുക്കിയ ബാലചന്ദ്ര മേനോനെ കാണാനാവും. അതെനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും വെൻ ഐ ആക്ട് ഇൻ അനദർ ഫിലിം ഐ വിൽ നെവർ ബി മൈ ജഡ്ജ്. അതിൽ ഞാൻ പറഞ്ഞുതരാം, അത് ഞാനല്ല. കാരണം അത് അപകടം ചെയ്യും. അതിൽ ഞാൻ ജഡ്ജ് ചെയ്യാൻ പോയി അപകടം ചെയ്യും. ഇപ്പം ഞാൻ എഴുതി നായകനായിട്ട് അഭിനയിക്കുക, സംവിധാനം ചെയ്ത ചിത്രങ്ങൾ വരുമ്പോൾ എനിക്ക് 4-5 ലൈസൻസ് കാണും. അപ്പം ഞാനൊരു ഷോട്ട് എടുക്കുന്നു, ഭാര്യ മരിച്ചുപോയി, എക്സാമ്പിൾ, റിയാക്ട് ചെയ്യണം. ഞാൻ റിയാക്ട് ചെയ്യും. ഈ 5 പേരോടും ചോദിച്ചാൽ 5 പേര് 5 അഭിപ്രായങ്ങൾ. ഓടിപ്പോയി, കുറഞ്ഞുപോയി, ചുണ്ടുകൂട്ടി, കണ്ണടച്ചു, ആണല്ലേ, അപ്പം ആ ഷോട്ട് നമ്പർ 6 അങ്ങ് ഓക്കെ, ഇതെൻ്റെ തീരുമാനമാണ്. അവിടെ പറയും. വേറൊരാളുടെ പ്രതി അഭിനയിക്കുമ്പം ഐ കനോട്ട് ബി മൈ ജഡ്ജ്. കേൾക്കുക, ഉൾക്കൊള്ളുക, ചെയ്യുക. അവിടെ നിന്ന് ഈഗോ ഒന്നും കാണിക്കരുത്. ഡയറക്ടർ വിൽ ബി ആൻ യങ് ഫെലോ, യു ഷുഡ് ഗോ ബിലോ ഹിസ് ടൈം. നിവിൻ പോളി എന്ന നടനെ എങ്ങനെ വിലയിരുത്തുന്നു? എൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു 1-2 നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം നിവിൻ പോളിയുടെ കമൻ്റാണ് നല്ലത്. നിവിൻ പോളി ഈ രാഷ്ട്രീയ സിനിമയേക്കാൾ കാണുന്നത് അച്ഛനും മകനുമുള്ള കഥയായിട്ടാണെന്ന് പറയുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ്. അപ്പോൾ അത് ആ ഭാഗം വീതിച്ചു വൈബ് ചെയ്തു എന്നല്ലേ പറയുന്നത്. ഈ ഫൈറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ
രോഗാവസ്ഥയിൽ നിന്ന് ഒരു വട്ടം കയറി വന്നതാണ്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും മുഴുവനായിട്ടും ഫിസിക്കലി ഫിറ്റ് ആയിട്ടല്ല എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു ആർത്തി, ആ ഒരു ക്ലാരിറ്റി, പ്രസിഷൻ, ഇത് ഉള്ളിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ ശരിക്കും? ഇതൊക്കെ ഞാൻ പുകഴ്ത്താൻ പറയല്ല, ഇതൊക്കെ തമാശ. അതായത് ഈ സിനിമാ ക്രൗഡിന് പ്രത്യേകിച്ച് അസുഖത്തെ പറ്റി അറിയാനുള്ള താല്പര്യം എൻ്റെ പൊന്നെ. ഇപ്പം നിങ്ങൾ ഇത്രയും നേരം എന്നോട് സംസാരിക്കുന്നു, ഞാൻ ഇന്റർവ്യൂ തരുന്നു, എൻ്റെ ശരീരഭാഷ നോക്കുക, ശബ്ദം നോക്കുക, ഇത് കഴിഞ്ഞ് ഞാൻ അനാരോഗ്യമെന്ന് നിങ്ങൾ ഭ്രാന്തനാണ്. അപ്പം കേൾക്കൂ, ചില ചടങ്ങിലൊക്കെ പോയി ഇതേപോലെ സംസാരിക്കും, എന്നെ ചാർജ് ചെയ്യുന്ന ഒരു സാധനം എന്താണ്? ക്രൗഡ്. കൈയടിയല്ല, ക്രൗഡ്. അവരുടെ നോട്ടം മതി. ആ നോട്ടം നമ്മൾ ചാർജ് ആവും. അത് ചാർജ് ആകാത്തവൻ കൈ ചടക്കില്ലാത്തവനാണ്. അവനെ ഒരു ഉടുപ്പിട്ട് മാത്രം കൊണ്ടിരുത്തിയിരിക്കും. നമ്മളതല്ല. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ മൗനം പാലിക്കണം എന്നുള്ളത് നമുക്കറിയാം. സഭാമര്യാദ. അപ്പോൾ വന്നിരുന്നു. അപ്പം നമ്മൾ അറിയാതെ ഞാൻ വീണു പോകും. എന്നോടൊരു കാര്യം സംസാരിക്കരുതെന്ന് പറയരുത്. ഞാൻ സംസാരിച്ചാൽ നിർബന്ധമായിട്ടും ഐ വിൽ സ്റ്റീൽ ദ ഷോ. അത് ഞാൻ ശ്രമിക്കേണ്ട. ചിലപ്പോൾ തുമ്മിയാൽ മതി, ആൾക്കാർ ഇരിക്കും, എന്ത് ചെയ്യാൻ പറ്റും, പോട്ടെ. അത് കഴിഞ്ഞപ്പം എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എനിക്ക് ഹാപ്പിയായി. 15 മിനിറ്റ് സംസാരിച്ചു. ഇപ്പോഴത്തെ ഈ ഇൻ്റർവ്യൂ പോലെ ആൾക്കാരെല്ലാം കൈയടിച്ചു. എല്ലാവരുടെ മുഖം കാണുമ്പോൾ അറിയാം അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അവർക്കൊരു കൊമേഡിയനെ വേണം കിട്ടി. അതാണ് ഞാൻ കാണുന്നത്. ഇറങ്ങാൻ നേരത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അടുത്ത കാലത്ത് സുഖമില്ലാന്ന് കേട്ടു എന്ന് പറഞ്ഞോണ്ട് കരയാത്. ഇറങ്ങാൻ നേരത്ത് ഒരു 3 സംഘാടകം പുറകെ വരും എന്നെ യാത്ര അയക്കാൻ. അപ്പം ഞാൻ മുമ്പിൽ പോകും, ഇയാൾ പറയും വരും, തള്ളി വരും. അതിനെ കാറി കയറ്റി വിടാനാ ആതിഥ്യ മര്യാദ. അപ്പം നമ്മളൊന്നും ശ്രദ്ധിക്കുന്നത് ചെന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് എന്നെ അകത്തേക്ക് ഇരുത്തിയിട്ട് ഈ 4 ഒരുത്തൻ കാണും. അവനെ പറ്റി പറയാനുള്ളത്, സാർ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്താ കുഴപ്പം? എന്താ അതിൻ്റെ അർത്ഥം ആ ചോദ്യത്തിൻ്റെ? അടുത്ത ചോദ്യം, ആരോഗ്യം എങ്ങനെയുണ്ട്? ഇല്ല, 5 കിലോ തരൂ. ചുമ്മാ ഇത് അത് പകരം കൊടുക്കും ഞാൻ നല്ല ടൈംസ്. അത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല. എന്തിനാ ക്യൂരിയോസിറ്റി? അസുഖമൊന്നും വന്നില്ലേ മനുഷ്യൻ മരിക്കില്ലേ? കൽപ്പാന്ത കാലത്തോളം ജീവിക്കില്ലല്ലോ. അപ്പം ഇവനൊന്നും വേറെ പണിയില്ല. 3 നേരം ഭക്ഷണം കഴിക്കുക, പരദോഷം പറയുക. അതൊരു നല്ല ലോബിയുണ്ട് ഇപ്പോൾ. സാറിന്റെ സുഖ വിവരം അറിയാൻ ആഗ്രഹിക്കുന്ന നന്മയുള്ള മനുഷ്യരുണ്ടാവില്ലേ? ആദ്യം അവൻ അച്ഛൻ്റെ അമ്മയുടെയും ഭാര്യയുടെ കാര്യം നോക്കട്ടെ. അവൻ്റെ വീട്ടിൽ പോയാൽ കാണാം അച്ഛൻ സ്ട്രോക്ക് അടിച്ച് കിടക്കുന്നത്, ഭാര്യയ്ക്ക് വട്ടുപിടിച്ച് കിടക്കുന്നത്, എല്ലാം ആ വീട്ടിൽ പോയാലേ കാണത്തുള്ളൂ. വെറുതെ പറയുന്നത്. അവനാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ്റെ പോക്കറ്റിൽ 5 പൈസയും കാണത്തില്ല. അല്ല, എനിക്ക് കുഴപ്പമുണ്ട്, ഒരു നാരങ്ങ ഉണ്ടായിട്ടേ കൊള്ളാം, പിന്നെ അവനെ കാണൂല. ഒരുപക്ഷെ സാർ എൻ്റർടൈൻ ചെയ്യാൻ പോകുന്ന 5ാമത്തെ ജനറേഷൻ്റെ അടുത്തായിരിക്കും പ്രതിച്ഛായ ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ അതുകൊണ്ട് ഈ 50 വർഷത്തിനുള്ളിൽ എനിക്ക് ദൈവം കനിഞ്ഞു തന്നൊരു വലിയ ഭാഗ്യം. മഹാരഥന്മാരൊക്കെ കണ്ട് ഞാൻ തിക്കുറിശ്ശേരിൽ നിന്ന് ആരംഭിച്ചതാണ്. നസീർ സാറുണ്ട്, മധു സാറുണ്ട്, KP ഉമറുണ്ട്, ശങ്കരടി സാറിൻ്റെ അടുത്തല്ലേ അതെ ശങ്കരാടി ചേട്ടനുണ്ട്, പഴയ ആൾക്കാർ, ഗോവിന്ദൻകുട്ടി റൈറ്റർ, എനിക്ക് പറയാൻ തീരില്ല, എത്രയോ പേര്. അവരുമായിട്ടെല്ലാം ഇൻട്രാക്ട് ചെയ്യാൻ, അവരെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള ഒരു ശേഷി ദൈവം തന്നില്ലേ. ഹാപ്പി. ഇത് മതി. ഇനി മത്സരിച്ചങ്ങ് പാൻ ഇന്ത്യൻ ഒന്നും പ്രശ്നമൊന്നുമില്ല. അത് ബോണ്ടൊരു പോട്ടെ, ഇത് കാണാനും ആൾ വേണ്ടേ, ആ കൂട്ടത്തിൽ ഇരുന്നോളാം. കേട്ടിട്ടുണ്ട് ഞാൻ ജെയിംസ് ബോണ്ട് പടം ചെയ്താലും അത് കുടുംബചിത്രമായിരിക്കും, അടിയുണ്ടാവും, പാട്ടുണ്ടാവും. പിന്നെ വേറെ കാര്യം, ഇവിടുത്തെ സംഭവമോ രാഷ്ട്രീയമായ സാമുദായികമായ ഒരു പിന്തുണയില്ലാത്ത ആളാണ് ഞാൻ. ഐ ലീവ് ഓൺ മൈ നെയിം ആൻഡ് ഐ എം പ്രൗഡ് അബൌട്ട് ഇറ്റ്. മതി. എന്ന് വന്നാൽ ഇതിനപ്പുറമൊന്നും പോകാൻ പറ്റുകയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ നന്നായതുകൊണ്ടാണ് ഞാൻ ഇത്ര നീട്ടി പറഞ്ഞത്. അല്ല എപ്പോഴും നിർത്തിയാണ് ചെയ്തത്. ആ ചോദ്യങ്ങളിൽ സുഖമുള്ളൊരു മനയുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞേക്കാം, പറയാനുള്ള അവസരമുള്ളത്. ഇപ്പം നമ്മളൊരു ഷർട്ട് ഇട്ടിറങ്ങുന്നു, എവിടുന്നാ ചേട്ടാ ഇത് വാങ്ങിച്ചത്? അത് കേൾക്കാനുള്ള ഏത് മണ്ടനും ഇഷ്ടം. ഇതിനെ വലിച്ചേണ്ട ആവശ്യം എന്തത്? അത് കേൾക്കാനാണല്ലോ അതിന് മുമ്പിൽ ബോർഡ് വയ്ക്കുന്നത്. ഈ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു വട്ടം ആളുകൾ ഒരു ഇന്റർവ്യൂ വളരെ ആഗ്രഹത്തോടുകൂടി ചോദിക്കുകയാണ്, ഈ കുടുംബ ക്ലബ്ബുകൾ തുടങ്ങുന്നതിന് പിന്നിലെ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്ന്. സാറ് വളരെ കൗതുകത്തോടുകൂടി മറുപടി പറയാണ്, എൻ്റെ ആശാനെ സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടിയ സാരി കാണിക്കാൻ ഒരു വേദി വേണ്ടത്. അതുപോലത്തെ ഒരു ഹ്യൂമർ ഞാൻ കേട്ടിട്ടില്ല. സത്യമാണ്. മനുഷ്യ സമൂഹ ജീവിയല്ലേ. പിന്നെ വായനയൊന്നും വരുന്നതല്ല, പറയേണ്ടത് പറഞ്ഞിരിക്കണം. എങ്ങനെയുണ്ട് അണ്ണ ആരോഗ്യം എന്ന് ചോദിക്കുന്നില്ലേ? വീട്ടിൽ അമ്മയെ നോക്കണം നീ ആദ്യം, അതല്ലേ ചെയ്യേണ്ടത്. ഇനിയൊരു സിനിമ സംവിധാനം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം അണ്ടർ കൺസ്ട്രക്ഷൻ. അതെപ്പോഴും അത് ഉണ്ടാക്കിയ കഥ മാറ്റി തന്നിരിക്കും. അങ്ങനെ വരുമല്ലോ. കൊതിയുണ്ട്. ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ നായികയോട് എന്താ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചോറും മെഴുക്ക് പുരട്ടിയും തൈരും ഒക്കെയാണെന്ന് പറയുന്ന ഒരു നായകൻ, അത് വളരെ റെയറാണ്, അത് വളരെ ഒറിജിനലാണ്. ഇപ്പം ചിക്കൻ മതി. ഇപ്പം ചിക്കൻ ഏത് വെറൈറ്റി കിട്ടുമെന്നോ. അപ്പോൾ ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി വന്നു.
ദൈവം നോക്കിക്കൊണ്ടിരിക്കില്ല എത്ര ചിക്കൻ കഴിക്കുന്നതെന്ന്. അപ്പോൾ നോക്കിയപ്പോഴാണ് കുറെ തട്ടി കയറി പക്ഷിപ്പേര് 1,00,000 പേരെ കൊന്നിപ്പം കോഴികൾ. അപ്പോഴാണ് അവിടെ ചാൻസ് ഇല്ല വന്നപ്പോഴാണ് നാട്ടിൽ രാഷ്ട്രീയം വന്നത്. അപ്പോൾ ഇവരുടെ തല വെച്ച് രാഷ്ട്രീയക്കാർ ഇറങ്ങി. കോഴി കാരണം ഈ കോഴി ആൾക്കാർ മറന്നുപോയത് ഒരു ബിസിനസ്സാണത്. അതിന് ഈ സാധനം ഇപ്പോഴും ഇരിപ്പുണ്ട്, അത് ഇവർ കൂടെ കാണിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള പർപ്പസിന് വേണ്ടി പറഞ്ഞ മനസ്സിലായില്ലേ കോഴിയുടെ തല വെച്ച് പടം വരുന്നത്. അവസാന ചോദ്യം, അത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായത് ജീവിതത്തെ എങ്ങനെ സരസമായിട്ട് നേരിടണം? സരസമായിട്ട് നേരിടാൻ പറ്റുള്ളൂ. ജീവിതത്തിന് നേരെ മുഖം തിരിച്ചു നിന്നിട്ടോ മുഖം വീർപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ദാറ്റ് പീപ്പിൾ ലൈക്ക് യു. യു ക്യാൻ ലൈക്ക് മീ. എനിക്ക് ഉറപ്പാണ് ആഫ്റ്റർ ദിസ് ഇൻ്റർവ്യൂ യു ക്യാൻ ഓൺലി ലൈക്ക് മീ. ഡെഫിനറ്റ്ലി. അതിന് കോൺഫിഡൻസ് വേണം. അല്ലാത്തടത്ത് പോയി ഈ ഗോഷ്ഠിക്ക് പോയിട്ട് പണ്ടാരത്തെ പിടിച്ചിരുന്ന് സംസാരിക്കുകയില്ല, ഉള്ള സത്യം പറയത്തുമില്ല, മെനക്കേടായി എന്നും പറഞ്ഞ് ഉള്ള ക്യാമറമാനെ തെറി വിളിച്ച് പോകുന്നവരും ഉണ്ടാവും. ആ പിന്നെ അതൊക്കെ ഉണ്ട്, എത്ര തന്നെ പോകണ്ട നമുക്ക്. അപ്പം അതൊന്നും കാര്യമില്ല. ആൻഡ് ബേസിക്കലി യു ബി ഗുഡ്. അതാണ് മൂലഘടകം. ദ യൂണിറ്റ് ഓഫ് സൊസൈറ്റി ഈസ് ബേസിക് ഇൻഡിവിജ്വൽ. അവൻ നന്നായാൽ നാട് നന്നാവും. ഞാൻ റോസസ് ദ ഫാമിലി ക്ലബ് എന്ന ഫാമിലി കൂട്ടായ്മ 35 വർഷം കേട്ടോ. ഒരു പരിസംഖ്യം വാങ്ങിക്കുന്നില്ല. അതിൻ്റെ ഫൗണ്ടർ ഞാനാണ്. എൻ്റെ ഇഷ്ടത്തിനൊത്താണ് അവിടെ ആൾക്കാർ എടുക്കുന്നതൊക്കെ. അപ്പോൾ അവിടെ ഞാൻ പഠിച്ച കാര്യം ഇത്രയും കാലം അത് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യന് ഒരുമിച്ച് കാണാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ പ്രോസസ് ഫാമിലി ക്ലബിന് ആരുടെ കയ്യിൽ നിന്ന് ഔദാര്യം വാങ്ങിച്ചിട്ടില്ല. നോ സ്പോൺസർഷിപ്പ്, നോ ഫീ. ഒറ്റ കണ്ടീഷനുള്ളത് കുടുംബമായിട്ടേ വരാവൂ, ഒറ്റയ്ക്ക് വരരുത്. സോഷ്യൽ ഡ്രിങ്കിങ് ഇല്ല. പിന്നെ അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ക്യാച്ച് ലൈനുണ്ട്. കുടുംബം നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ കുടുംബം നന്നാവും. ഇതാണ് എൻ്റെ. ഇത് നിങ്ങൾ മുറിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം അതുകൊണ്ട് അതിലൊന്നും എൻ്റെ അടുത്ത് ആരും വാളെടുത്ത് വരണ്ട. ഞാനിവിടെ ഉണ്ട്, എനിക്ക് ഇത്രയൊക്കെ മതി. ഞാൻ തള്ളി വരാൻ പോകുന്നില്ല, ഇലക്ഷന് പോകാൻ പോകുന്നില്ല, ഒന്നുമില്ല. എൻ്റെ കാര്യം നോക്കി ഞാൻ കഴിഞ്ഞോളാം. സിനിമ കാണുമ്പോഴും ഈ പറഞ്ഞ പോലെ സാറിന് കുറേ കാലം ഒരു പവർഫുൾ റോളിൽ കണ്ടിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ 5th ജനറേഷൻ ഉൾപ്പെടെ കാത്തിരിക്കുന്നുണ്ട് പ്രതിച്ഛായ കാണാൻ വേണ്ടി. അപ്പോൾ അവരുടെ എല്ലാവരോടും ആ സിനിമ എൻ്റെ ഇങ്ങനെ ഒരു മുഖം നിങ്ങൾ കണ്ടു കാണത്തില്ല. അതെ, കണ്ടിട്ടില്ല. അത് ഞാൻ മനഃപൂർവ്വം ഒരു സാഗിയൊക്കെ മനഃപൂർവ്വം വരുത്തിയാണ്. കാരണം ഒരു മുഖ്യമന്ത്രി ലുക്ക് കാണുമ്പോൾ ഈ വിഗ് നന്നായിട്ടുണ്ട്. മനസ്സിലായില്ലേ? എനിവേ അല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയാനുള്ള വളരെ കോൺഫിഡൻഷ്യലായ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എന്നാലും സ്ഥലത്താണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ. ഞാൻ അത് 2018 ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എൻ്റെ കുടുംബമായിട്ട്. എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ കുടുംബമായിട്ട്. എനിക്ക് ഭാര്യ 2 മക്കളൊക്കെ ഉണ്ട് അവിടെ, കാണാം. അപ്പോൾ 26-ാം തീയതിയാണ് അത് തിയേറ്ററുകളിൽ വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും നിയുക്ത മുഖ്യമന്ത്രി എന്ന പേരിൽ ഞാൻ തിയേറ്ററിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കണ്ടിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. കൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. മലയാള സിനിമ ഒരുപാട് ഫിലിം മേക്കേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ റിലീസായതിൻ്റെ പേരിൽ ഏപ്രിൽ 18-ൻ്റെ പേരിൽ ഒരുപാട് കല്യാണങ്ങൾ നടക്കുക, ഒരുപാട് ആളുകൾ കുടുംബജീവിതം ആരംഭിക്കുക, അതൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വലിയൊരു നേട്ടമാണ്. കൺഗ്രാജുലേഷൻസ് ഓൺ ദാറ്റ്. താങ്ക് യു. പ്ലീസ് ഡു പെർഫോം മോർ. വെരി ഗുഡ്. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.